നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. ദമ്പതികൾക്ക് വിൽപ്പനയ്ക്കായി MDMA വിതരണം ചെയ്ത ആളെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി. മലയൻകീഴ് അണപ്പാടിൽ 27 ഗ്രാം MDMAയുമായി പിടിയിലായ ദമ്പതികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പനയ്ക്കായി MDMA നൽകിയ പ്രതിയെ ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ നിന്നും കാട്ടാക്കട DYSP ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളെ കാട്ടാക്കടയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാട്ടാക്കട ആമച്ചൽ ത്രിവേണി നിവാസിൽ 30 വയസ്സുള്ള അഭിജിത്ത് എന്ന തമ്പിയാണ് അറസ്റ്റിലായത്. MDMA വിൽപ്പന ഉദ്ദേശത്തോടെ കൈവശം വച്ചതിന് മലയൻകീഴ് അണപ്പാട് പ്രസന്നകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള മിനി മന്ദിരത്തിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കാട്ടാക്കട കിള്ളി കൊല്ലോട് കുമിളി തലയ്ക്കൽ പുത്തൻ വീട്ടിൽ 25 വയസ്സുള്ള നസീം, ഇയാളുടെ ഭാര്യ ഇലിപ്പോട് ബാലകൃഷ്ണ റോഡിൽ ബൈത്തന്നൂരിൽ 23 വയസ്സുള്ള ഹസ്ന ഷെറിൻ, നസീമിന്റെ സുഹൃത്തുക്കളായ കിള്ളി കൊല്ലോട് പാറവിളാകത്ത് പുത്തൻ വീട്ടിൽ റഫീഖ് 26 വയസ്സ്, കാട്ടാക്കട കൊറ്റമ്പള്ളി അമ്പലത്തിൻകാല പഞ്ചമി ഹൗസിൽ സന്ദീപ് 26 വയസ്സ് എന്നിവരെയാണ് 27 ഗ്രാം MDMAയുമായി മലയൻകീഴ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് ഇക്കഴിഞ്ഞ ഡിസംബർ 5 പിടികൂടി റിമാൻഡ് ചെയ്തത്. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലാണ് ബാംഗ്ലൂരിൽ ഇവർക്ക് MDMA നൽകുന്ന ആളെക്കുറിച്ച് വിവരം നൽകിയത്. തുടർന്ന് ഇവരിൽ 2 പേരുമായി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരിലെത്തി പ്രതിയെ നിരീക്ഷണത്തിലാക്കിയ ശേഷം കേരളത്തിലേക്ക് മടങ്ങി. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റൊരു സംഘം മജസ്റ്റിക്കിലെത്തി പ്രതിയെ തന്ത്രപൂർവ്വം കുടുക്കി. ഇയാളെ ഇന്ന് ഉച്ചയോടെ കാട്ടാക്കട DYSP ഓഫീസിലെത്തിക്കുകയും വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. വാട്സപ്പ് വഴിയാണ് ഇവരുടെ ഇടപാടുകൾ നടന്നിരുന്നത്. സാധനം വാങ്ങി പാഴ്സൽ ചെയ്ത് ബാംഗ്ലൂരിൽ പ്രത്യേക സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും ഇവിടുത്തെ ലൊക്കേഷൻ, ചിത്രങ്ങൾ ഉൾപ്പെടെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും. ദമ്പതികൾ ഇവിടെ എത്തി ഇവ ശേഖരിച്ച് കേരളത്തിലേക്ക് കടത്തി വാടക വീട്ടിൽ എത്തിക്കുകയും ആവശ്യാനുസരണം പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യുന്നതാണ് സംഘത്തിന്റെ രീതി. കാട്ടാക്കട DYSP ഷിബുവിന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ, സുരേഷ്, പ്രശാന്ത്, ബൈജു, പ്രദീപ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്.